ഇത് വരുമല്ലേ നമ്മൾക്കൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതിവിടെ ഹനയുടെ ഒരു ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഒറിജിനൽ റെസിപ്പി കണ്ടിട്ട് വരും. എന്നിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ജിഞ്ചർ ഗാർലിക് മാരിനേഷന് മെയിൻലി വേണ്ടത് നല്ല ഫ്രഷ് ജിഞ്ചർ ഗാർലിക് ആണ്. കുറച്ച് യോഗേർട്ട് ഓപ്ഷണൽ ആട്ടോ, വേണമെങ്കിൽ ഇടാം. പെപ്പർ, ഇതൊക്കെ ആക്ച്വലി നമ്മുടെ ഒരു ഫ്ലേവർ അനുസരിച്ചാണ്. എനിക്കങ്ങനെ ഭയങ്കര കണക്കൊന്നുമില്ല. ഇതൊക്കെ ഒരു 1.5 സ്പൂണ്, ഒരു ഫുൾ ചിക്കനാണിത്. പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ മസാല പൊടിയാണ്. മെയിൻലി ഇത് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യും, പക്ഷേ മോസ്റ്റ്ലി ബിരിയാണിക്കൊക്കെ എടുക്കുന്ന മസാലയാണ്. ഇതും ഒരു 2 സ്പൂൺസ് മഞ്ഞൾപ്പൊടി. ബിരിയാണിയിൽ ആക്ച്വലി എൻ്റെ മസാലയിലൊന്നും മുളക് പൊടി ചേർക്കില്ല. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കുറച്ച് കൊടുക്കുന്നത്. മറ്റേത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒനിയൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. കോക്കനട്ട് ഓയിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പൊ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഈവനായിട്ട് സ്ലൈസ് ചെയ്താൽ ഈവനായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടും. കറക്റ്റ് അങ്ങനെ തലശ്ശേരി, ഇത് ടിപ്പിക്കൽ തലശ്ശേരി ബിരിയാണി ഒന്നല്ല, എൻ്റെ മദറിനോടെ റെസിപ്പിയാണ്. അപ്പൊ ഇവരെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്ത്. കാഷ്യൂനട്ട്, കിസ്മിസ് വേണ്ടവർക്ക് ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആവശ്യത്തിനൊക്കെ ഇടാം. ഒരു സൈഡിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുക്കാവണ്ട, ഒരു ഹാഫ് കുക്കോ, ഒരു 60-70 അത്രയും. ഫുൾ ഭയങ്കര ഡ്രൈ ആവരുത്. നമുക്ക് മസാല സെറ്റാക്കാം. ഉപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ വഴറ്റാൻ എളുപ്പമായിരിക്കുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്. 12 to 16 പച്ചമുളക്. ഞാനിപ്പോൾ ഈ ഫുൾ ചിക്കനും 1 kg റൈസാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എപ്പോഴും ഞാൻ ഫ്രഷ് ആയിട്ട് പേസ്റ്റ് മേടിച്ചിടാതെ ആ ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും നല്ലത്. ഒന്ന് ഇത് സോട്ടായി വന്നിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക്കും ഇട്ടാം. പച്ചമുളക് ചതച്ചതെല്ലാം മിക്സിയിൽ അരക്കരുത് കേട്ടോ, പേസ്റ്റ് ആക്കരുത്. ഇത് ജസ്റ്റ് ക്രഷ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഐറ്റാണ് പച്ചമുളകും കുരുമുളകും തന്നെയാണ് ഇതിന്റെ സ്പൈസ്. ഇതിൽ കുറച്ച് ജിഞ്ചർ ഇടാം. ഇത് രണ്ടുമാണ് ശരിക്കും നമ്മുടെ ബിരിയാണിയുടെ ഫ്ലേവർ. ശരിക്കും പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് ഇത്ര ഇട്ട് ഇനി നന്നായിട്ട് വഴറ്റണം. വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു 2 ടൊമാറ്റോയും കൂടി ഇതിൽ ആഡ് ചെയ്യും. ടൊമാറ്റോ ഫുൾ വലുതാണെങ്കിൽ 2, ചെറുതാണെങ്കിൽ 3 ടൊമാറ്റോ. മല്ലിയില, പുതിനയിലൊക്കെ കുറച്ച് അത്യാവശ്യം ഇടും. നമ്മള് ഫ്രൈ ചെയ്ത് വെച്ച് കുറച്ച് ഒനിയനും കൂടി ഇടും. ഇത് ആക്ച്വലി നല്ല ഒരു ഫ്ലേവറിങ് ഏജന്റ് ആണ്. പെപ്പർ പൗഡറാണ്. മഞ്ഞൾപ്പൊടി, സ്പെഷ്യൽ മസാല പൗഡർ ഒരുപാട് ഇടേണ്ടത്. ഭയങ്കര മസാല കൂട്ടുണ്ടാവരുത്. ചിക്കനിൽ ഇട്ട മസാല. അതെ, നമ്മള് മുളക് പൊടി ഇതിലിടില്ല. അത്രേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അതിന് ചിക്കൻ നമ്മൾ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ തേങ്ങയും കുറച്ച് കശുവണ്ടി, തേങ്ങ നന്നായിട്ട് പേസ്റ്റ് അരച്ചിട്ട് കുറച്ച് യോഗേർട്ടും കൂടി ഇതിൽ മിക്സ് ചെയ്താണ് കുക്ക് ചെയ്യാൻ വെക്കണേ. ഇത് ബദാം ഉള്ളതുകൊണ്ട് ഞാൻ ബദാം ഇട്ടു. കാഷ്യൂനട്ടോ വേണമെങ്കിൽ ഇടാം. നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊന്ന് യോഗേർട്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ പുളി കുറവായതുകൊണ്ടാണ് ഇത്രയും. പുളി അധികം ഉള്ളതാണ്, അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഒരുപാട് ഓവറായിട്ട് പുളിയൊന്നും വേണ്ട. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഗ്രാമ്പു, ഒരു 4-5 ഗ്രാമ്പു, ഒരു 4 ഏലക്ക, ചെറിയ പട്ട, അനിയൻ, ഒരു ഹാഫ് ഫുൾ വേണമെന്നില്ല. ഫ്രൈഡ് അനിയൻ പോലെ ആവേണ്ട. നമ്മൾ ചൂടുവെള്ളം ആണ്, അത് ഇരട്ടി 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുക, കുറച്ച് ഗീ ആഡ് ചെയ്യുക, കുറച്ച് ലെമൺ വെച്ചേക്കണ അരി ഇടാം. ഇത് ജീര റൈസാണ്. ജീര റൈസാണ് ഈ ബിരിയാണിയുടെ മെയിൻ. വേറെ ബസ്മതി ഒന്നും വെച്ച് എനിക്ക് ഈ ഫ്ലേവർ തോന്നാറില്ല. ഒന്ന് അടച്ചു വെക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മള് ദമ്മിടഞ്ഞി
ഒരു ലെയർ ആദ്യം റൈസ് ഇട്ടിട്ട് നെയ്യ് ഒഴിക്കാം. മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഓനിയൻസും ഇത് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യണ്ടായിരുന്നു 250 30 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ് ഞാൻ പറയുക ബിഗിനേഴ്സിന്. പക്ഷേ ഇത് കുറച്ച് ബിരിയാണിനെ പറ്റിയൊക്കെ അറിവുണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എനിക്കതൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല. 1/2 കിലോ ബിരിയാണി 4 അസിസ്റ്റൻസും ഉണ്ട്. കച്ചറമീൻ ലീഫ് ഉള്ളത് ഇനി ഇതില് നമ്മള് ഫ്രൈ ചെയ്ത ചിക്കൻ എടുത്ത് വെക്കാം. അറിയില്ല അതാ. എടാ അത്ര നേരം വെയിറ്റ് ചെയ്യോ നിങ്ങള്? ഓക്കെ, അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഇടാം. ചൂടായില്ല.